എന്തുകൊണ്ടാണ് CPM നിങ്ങളെ ചാപ്പ് കുത്തുന്നത് എന്ന് ചോദിച്ചാൽ CPM ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാത്തവരെ എല്ലാം വിമർശിക്കും. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വശത്തും SDP മറുവശത്തും നിർത്തിയാണ് ഇപ്പോൾ CPM തീവ്രവാദ ചാപ്പ ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിനെയും എതിർക്കണ്ടേ? പക്ഷേ മുസ്ലിം ലീഗിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങളെ മാത്രം എന്തുകൊണ്ടാണ്? അപ്പം ജിമ്മി വിജയരാഘവൻ്റെ സ്പീച്ച് കേട്ടില്ലേ? അതിനകത്ത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മുന്നിലും പിന്നിലും എന്നാണ് പറഞ്ഞത്. മുന്നിലും പിന്നിലും ജമാഅത്ത് ഇസ്ലാമി SDP അല്ലല്ലോ. വിജയരാഘവന്റെ പ്രസംഗത്തിന് ഒരു പശ്ചാത്തലങ്ങളുണ്ട്. മുസ്ലിം ലീഗിനുള്ളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറുന്നു. അങ്ങനെ മുസ്ലിം ലീഗ് വെടക്കാകുന്നു. അവിടെയും ജമാഅത്തെ ഇസ്ലാമിയാണ്. മുസ്ലിം ലീഗ് ഒരു കുഴപ്പമില്ലാത്ത പാർട്ടിയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറി മൊത്തം കുഴപ്പമാക്കുകയാണെന്നാണ് ഈ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ മാത്രമായി ടാർഗറ്റ് ചെയ്യുന്നത് താങ്കൾ പറഞ്ഞാൽ നിങ്ങളൊരു ചെറിയ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടിക്ക് തികച്ചൊരു പഞ്ചായത്ത് പോലുമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ലീഗിനോട് പറയുന്നത് പോലെ അല്ല നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് അതേസമയം SDP പറയുന്നത്. അതിൽ ജിമ്മി തരാതരം സ്റ്റാൻഡ് മാറുന്നു, സ്ട്രാറ്റജിക്കൽ സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി ഒരു ടൂളാക്കുന്നു. അത് മതിയാകാതെ വരുമ്പോൾ ലീഗിനെ കൂടി ചേർത്ത് കെട്ടുന്നു. മുസ്ലിം ലീഗിൻ്റെ പുറകിൽ ഒരുപാട് നടന്നതാണല്ലോ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട്. ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തും ഗ്രീൻ സിഗ്നൽ കിട്ടാത്തൊരു ഘട്ടത്തിലാണ് ലീഗ് വർഗീയ സംഘടനയാകുന്നത്. വിജയരാഘവൻ്റെ പ്രഭാഷണം എന്ന് പറയുന്നത് തീർത്തും ജമാഅത്ത് ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചിട്ടല്ല. പിന്നീട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. വർഗീയ ചേരിയുടെ പിന്തുണയോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയും വിജയിച്ച് കയറിയതെന്ന് പറഞ്ഞു. മുന്നിലും പിന്നിലും വർഗീയ കക്ഷികളാണെന്ന് പറഞ്ഞു. പിറ്റത്തെ ദിവസം മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റി അധിക്ഷേപിച്ചു എന്ന വിമർശനം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഗോവിന്ദ മാഷും ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ TP രാമകൃഷ്ണനും അതിന് എക്സ്പ്ലനേഷനായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് എക്സ്പ്ലനേഷനായിട്ട് വരേണ്ടി വന്നത്? ആദ്യത്തെ ദിവസം വിജയരാഘവൻ അടച്ചാണ് ആക്ഷേപിച്ചത്. മുസ്ലിം വർഗീയ ചേരി എന്ന് അടച്ചാണ് ആക്ഷേപിച്ചത്. ഈ വിജയരാഘവൻ പലപ്പോഴും ഒരു വാപോയ കോടാലി പോലെ പലതും പറയും. വലിയ കോൺട്രവേഴ്സികൾ ഉണ്ടാകും. ഒരുപാട് തമാശകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ CPMന്റെ നേതാക്കളുടെ പക്വതയുള്ള നേതാക്കളുടെ, ഞാൻ അങ്ങനെ എടുത്തു പറയും, പക്വതയുള്ള നേതാക്കളുടെ അറ്റാക്ക് വളരെ പോയിന്റഡ് ആണ്. അത് ഒരു വശത്ത് SDP, അതേ ശ്വാസത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയും. ഇതിൻ്റെ പിന്നിലുള്ള വേറെ എന്തെങ്കിലും അർത്ഥം ഞങ്ങൾ കാണണം. ജമാഅത്ത് ഇസ്ലാമി SDP സമീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. രണ്ടും സ്വതന്ത്രമായ സംഘടനകളാണ്. നിലപാടുകളിൽ ഒരുപാട് വ്യത്യാസമുള്ള സംഘടനയാണ്. ജമാഅത്ത് ഇസ്ലാമി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്. SDP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനും SDP ബന്ധപ്പെട്ടോ SDP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. അവർക്ക് അവരുടെ നിലപാടുണ്ട്, അവർക്ക് അവരുടെ പരിപാടികളുണ്ട്. ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ജമാഅത്ത് ഇസ്ലാമി തീർത്തും വ്യത്യസ്തമായ ഇസ്ലാമിക് മൂവ്മെൻ്റാണ്. ഇത് ചേർത്ത് കെട്ടുന്നത് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് തീവ്രവാദം പറയുന്നത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി ഇത്തരം മുദ്ര കുത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ലാത്തതുപോലെ തന്നെ ഇതിന് ഉത്തരമില്ല എന്നേ പറയാൻ കഴിയുള്ളൂ.